സുഗമോദേവി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ദേവികയാണെങ്കിൽ ആ ഞെട്ടിക്കുന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും സ്നേഹിക്കുന്നതുമായ തന്റെ സ്വന്തം ഭർത്താവ് തന്നെയാണ് ആ ഫയൽ എടുത്ത് മാറ്റിയിരിക്കുന്നത് എന്നുള്ള കാര്യം. അങ്ങനെ അവൾക്കാണെങ്കിൽ അത് താങ്ങാനായിട്ട് കഴിയുന്നില്ല. നന്ദനോട് പറയുന്നുണ്ട്, ഇത്രയും ക്രൂരത ചെയ്ത തന്നോട് ഒരിക്കലും ക്ഷമിക്കില്ല എന്നും നിയമത്തിന്റെ വഴിക്ക് തന്നെ ഞാൻ മുന്നോട്ട് പോകുമെന്നും ആ ഫയൽ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു വേണമെന്നൊക്കെ ദേവിക ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷെ നന്ദനാണെങ്കിൽ അതൊരിക്കലും തിരിച്ചു കൊടുക്കില്ല എന്നും താൻ അത് മോഷ്ടിച്ചിട്ടില്ല എന്നൊക്കെ തന്നെ ഉറച്ചു നിൽക്കുന്നു. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ പറയുന്നുണ്ട്, മോനെ അത് തിരിച്ചു കൊടുത്തേക്കെന്നൊക്കെ. പറ്റില്ല അമ്മേ, അതിന് എന്റെ ജീവന്റെ വിലയുണ്ട്, ഞാൻ കൊടുക്കില്ല എന്ന് തന്നെയാണ് നന്ദൻ വീണ്ടും വീണ്ടും പറയുന്നത്. അങ്ങനെ ശാരികയാണെങ്കിൽ തന്റെ ബുദ്ധി ഉപയോഗിച്ച് കളിക്കുകയാണോ ഒന്നും തന്നെ അറിയുന്നില്ല. കെവിനുമായിട്ടുള്ള പ്രണയബന്ധം ഊട്ടി ഉറപ്പിക്കുന്നുണ്ട്. എന്തായാലും ബുദ്ധിമതിയായിട്ടുള്ള ശാരികയുടെ എന്തെങ്കിലും കുതന്ത്രമാണോ എന്നുള്ള കാര്യം സംശയിക്കേണ്ടതുണ്ട്. അങ്ങനെ ഇസബല്ലയോട് കെവിൻ ആണെങ്കിൽ ശാരികയുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് പറയുന്നു. ഇസബല്ല പറയുന്നുണ്ട്, അതത്ര പന്തിയായിട്ട് തോന്നുന്നില്ല, എന്തായാലും ഒന്ന് സൂക്ഷിക്കാനായിട്ട്. നമ്മളുടെ രഹസ്യങ്ങളൊന്നും തന്നെ ശാരികയുമായിട്ട് പങ്കുവെക്കരുതെന്നും അത് കൂടുതൽ അപകടത്തിലേക്ക് പോകുമെന്നൊക്കെ ഇസബല്ല വീണ്ടും കെവിനെ ഓർമ്മപ്പെടുത്തുന്നു. പിന്നീട് നന്ദനാണെങ്കിൽ എല്ലാം മനസ്സിലാക്കിയതിനു ശേഷം, അതായത് ദേവിക നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നും താൻ അറസ്റ്റിലാകുമെന്നൊക്കെ മനസ്സിലാക്കിയതിനു ശേഷം ഇസബല്ലയോട് വന്ന് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ദേവി വളരെ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാനും അമ്മയും സംസാരിക്കുന്ന കാര്യം ദേവി കേട്ടു. ആ ഫയൽ എത്രയും പെട്ടെന്ന് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ എല്ലാം പൊളിയും, നമ്മളെല്ലാവരും കുടുങ്ങുമെന്ന് പറയുമ്പോ നന്ദൻ എന്തൊക്കെയാ പറയുന്നത്? നമ്മൾ എല്ലാവരോ? അതെങ്ങനെ ശരിയാകും? നന്ദൻ മാത്രം കുടുങ്ങുമെന്ന് പറയേ. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നന്ദന് വേണ്ടി ഒരുപാട് ഉപകാരം ചെയ്ത കൂട്ടത്തിലാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങളെ ആർക്ക് മുന്നിലും കാണിച്ചു കൊടുക്കാതിരിക്കുന്നതായിരിക്കും നന്ദന് നല്ലതെന്നൊക്കെ. ഒരിക്കലും ഇല്ല ഇസബല്ല, ഞാനതങ്ങനെ ചെയ്യില്ല. പക്ഷെ ദേവിയുടെ നിലപാടും ഇപ്പോഴത്തെ ദേവിയുടെ എല്ലാം കാണുമ്പോൾ എനിക്ക് പേടി തോന്നുന്നുണ്ട്. അവൾ ശരിക്കും തകർന്നിരിക്കുകയാണ്. കൂട്ടത്തിൽ അച്ഛന്റെ കൂടെ സപ്പോർട്ട് അവൾക്കുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇസബല്ലയും ഒന്ന് കുലുങ്ങുന്നുണ്ട്. അവൾക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. പിന്നീട് പ്രഭാവതിയാണെങ്കിൽ ദേവികയോട് സംസാരിക്കാനായിട്ട് പോവുകയാണ്. ആ ഫയൽ എവിടെയാണെന്ന് അറിയാതെ ദേവിയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പ്രഭാവതി പോകുന്നത്. മോളെ, നന്ദു ആ ഫയൽ എടുത്തിട്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങളൊരു അക്ഷരം മിണ്ടിപ്പോവരുത്. മോനെ ഇത്രത്തോളം കൂട്ടുനിന്ന് വഷളാക്കുന്ന ഒരു അമ്മയെ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്റെ ഫയൽ വേണം. ആ ഫയലിനെ കുറിച്ച് മാത്രമേ എനിക്ക് ചിന്തയുള്ളൂ. അതാണിപ്പോ എന്റെ മുഴുവൻ ടെൻഷനും. CM എന്നെ വിശ്വസിച്ച് മാത്രം ഏൽപ്പിച്ച ഫയലാണത്. ഒരു MLA എന്നുള്ള നിലയ്ക്ക് ഞാൻ അതിനോടുള്ള ഉത്തരവാദിത്തം കാണിച്ചിരിക്കണം. പക്ഷെ അത് കാണിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞില്ല. അമ്മയ്ക്ക് അറിയുമോ, അതിൽ ഏറ്റവും കൂടുതൽ നാണക്കേട് അനുഭവിക്കേണ്ടത് സിദ്ധാർത്ഥൻ ചന്ദ്രോത്താണ്. അദ്ദേഹമാണ് എന്നെ വിശ്വസിച്ച് ഈ സ്ഥാനത്തേക്ക് എത്തിച്ചത്. എനിക്ക് എന്ത് അപമാനം ഉണ്ടായാലും അത് അച്ഛനെയും ബാധിക്കും. അമ്മ കുറച്ചെങ്കിലും ഭർത്താവിനെ കുറിച്ച് ആലോചിക്കുന്നത് നല്ലതായിരിക്കും എന്നൊക്കെ പറയുന്നു. മോളെ, പക്ഷെ നന്ദനെ നീ ഒന്നും ചെയ്യരുതെന്നൊക്കെ പറയുമ്പോ ഞാൻ ആരെക്കുറിച്ചും ആലോചിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ. എനിക്ക് ഇപ്പോ ആ ഫയല് കിട്ടണം. അതാണ് ഇപ്പൊ എന്റെ ഉറക്കം കെടുത്തുന്ന സംഭവം. അങ്ങനെ അവിടേക്ക് സിദ്ധാർത്ഥം വരികയാണ്. എന്താ മോളെ, എന്താ അവിടെ ഒരു തർക്കം? ആ ഫയലിനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ? അത് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോ വേണം അച്ഛാ, എങ്കിൽ പിന്നെ അത് എവിടെയാണെന്ന് നമുക്ക് അറിയണം. അത് അറിയാനൊന്നുമില്ല. അതെന്താ മോളെ അങ്ങനെ പറഞ്ഞ്? ആരാണെന്ന് കണ്ടെത്തിയോ ആ ഫയൽ മാറ്റി വെച്ചത്? അത് ഈ വീട്ടിലുള്ള ആള് തന്നെയാണ്. എന്ത്, ഈ വീട്ടിലുള്ള ആളോ? അതെ, നന്ദുവാണ് ആ ഫയൽ മാറ്റിവെച്ചത്. സിദ്ധാർത്ഥനാണെങ്കിൽ അയൊരു സത്യം കേട്ട് ആകെ ഷോക്കാവുകയാണ്. അങ്ങനെ പ്രഭാവതിയും ദേവിക സത്യം തുറന്നു പറഞ്ഞതിൽ ആകെ വല്ലാതെയാവുന്നുണ്ട്. എന്തായാലും വീണ്ടും അഴിമതിക്കാരായിട്ട് അവർ രണ്ടുപേരും ചിത്രീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ സിദ്ധാർത്ഥനാണെങ്കിൽ വളരെ ദേഷ്യത്തോടു കൂടിയിട്ട് പ്രഭാവതിയുടെ നേർക്ക് തിരിയുന്നുണ്ട്. ഈ കേട്ടത് സത്യമാണ് പ്രഭയെന്ന് ചോദിക്കുമ്പോ അതെ, നന്ദനാണ് ഫയൽ മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ അതിൽ തനിക്കൊരു പങ്കില്ലെന്നും നന്ദനോട് അത് തിരിച്ചു കൊടുക്കാനായിട്ട് താൻ ഒരുപാട് തവണ ആവശ്യപ്പെട്ടു എന്നും പ്രഭാവതി പറയുന്നു. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, തന്റെ മോന്റെ പുതിയ കൂട്ടുകെട്ടുകളൊന്നും ശരിയല്ല. ഇപ്പൊ പലവിധ സമ്മാനങ്ങളുമായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതിന്റെയൊക്കെ പ്രത്യുപകാരമായിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടുന്നതെന്ന് ഇങ്ങനെ സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്. അവൻ ഇങ്ങോട്ട് വരട്ടെ. ആ ഫയൽ എന്ത് കാരണവശാലും മറ്റൊരാളുടെ കയ്യിൽ പോകരുത്. അത് ഇരിക്കണം. ഇത് സിദ്ധാർത്ഥൻ ചന്ദ്രത്തിന്റെ വാക്കാണ്. അത് അനുസരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധു ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അപ്പൊ കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്.